ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹെവലി മന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സർവശക്തനാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും സർവശക്തനാം ദൈവം ഇന്നും നമ്മോട് സംസാരിക്കുവാൻ വിശ്വസ്തനാണ്. ദൈവം തീർച്ചയായും തൻ്റെ വചനത്തിലൂടെ നമ്മോട് ഇന്ന് പകൽക്കാലം ഇടപെടും. പ്രാർത്ഥനയോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേര ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഒരിക്കൽ കൂടി ആ വാക്യം ഞാൻ വായിക്കുവാനായി ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നാം വായിക്കുവാനിടയായത്. വായിക്കപ്പെട്ട വാക്യത്തിന്റെ പ്രാരംഭത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എന്താണ്? വേദപുസ്തകത്തിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങളെ ഈ വിഷയവുമായി സംബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനായി കഴിയും. എന്നാൽ എന്തിൽ നിന്നാണ് ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകി തന്നത് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അന്ധകാരത്തിന്റെ അധിപതിയായിരിക്കുന്ന സാത്താന്റെ കരങ്ങളിൽ നിന്നും, അവൻ നമ്മെ ബന്ധിച്ചിട്ടിരുന്ന ഓരോ ബന്ധനങ്ങൾക്കകത്തു നിന്നും ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകി തന്നിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഉറച്ചു നിൽക്കുക. എവിടെ ഉറച്ചു നിൽക്കണം? ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നാം ഉറച്ചു നിൽക്കുക. സങ്കീർത്തനം 40 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അപ്പോൾ നമ്മെ യേശുക്രിസ്തു മുഖാന്തരം നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി ക്രിസ്തു എന്ന പാറമേൽ നിർത്തിയിരിക്കുകയാണ്. ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന ആ സ്ഥാനത്ത് നാം ഉറച്ചു നിൽക്കുക. വീണ്ടും അടിമനുഖത്തിൽ നാം കുടുങ്ങിപ്പോകരുത്, അല്ലെങ്കിൽ വീണ്ടും നാം അന്ധകാരത്തിൻ്റെ അധിപതിക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കരുത്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഇതാണ്: സാത്താന് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ഇന്ന് പകൽക്കാലം വചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായി ദൈവനാമത്തെ ശരണപ്പെടുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ദൈവവചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന് കാരണമായി തീരും. പരിശുദ്ധനാം ദൈവം നമ്മോട് വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ സന്ദേശം ഇതാണ്: പിശാചിന് നാം ഇടം കൊടുക്കരുത്. വീണ്ടും നാം അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം ഉറച്ചു നിൽക്കുക. പിശാചിന് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നാം അവസരം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നാം വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ഒട്ടനവധി കാര്യങ്ങളെ കാണുവാനായി കഴിയും. എവിടെയെല്ലാം പിശാചിന് ഇടം ലഭിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം പിശാചിന് പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം പിശാചിന് നുഴഞ്ഞു കയറുവാൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ, അവിടെയെല്ലാം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ നാം പഠിച്ചു തുടങ്ങുമ്പോൾ വ്യക്തമേറിയ ഒരു കാഴ്ചപ്പാട് നമുക്കതിൽ നിന്ന് ലഭിക്കുവാനിടയാകും. ഒന്നാമതായി നാം വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ പിശാച് കയറിയ ഇടമെന്ന് പറയുന്നത് ഏദൻ തോട്ടമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ കാണുവാനായി കഴിയുന്നു, പിശാച് തോട്ടത്തിൽ കയറി. പിശാച് തോട്ടത്തിൽ കയറിയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? തോട്ടത്തിലുണ്ടായിരുന്നവൻ പുറത്തുപോയി. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധനാം ദൈവം പറയുന്നത്: നിന്നെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് നീ ഉറച്ചു നിൽക്കുക. വീണ്ടും അടിമനുഖത്തിൽ നീ കുടുങ്ങിപ്പോകരുത്. വീണ്ടും പിശാചിനകത്ത് കയറുവാൻ അവസരം കൊടുക്കരുത്. പിശാചിനകത്ത് കയറുവാൻ അവസരം
അവസരം കൊടുത്താൽ ഒന്നാമത് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും പഠിക്കുവാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്, അവൻ എവിടെ അകത്ത് കയറിയാലും അകത്തുള്ളവനെ അവൻ പുറത്താക്കും. ഇന്ന് പകൽക്കാലം നിന്റെ അകത്ത് അവൻ കയറിയാൽ, നിന്റെ ഭവനത്തിൽ അവൻ കയറിയാൽ, നിന്റെ കുടുംബത്തിൽ അവൻ കയറിയാൽ, നിന്നെ അവൻ അവിടെ നിന്ന് പുറത്താക്കി കളയുവാനിടയാകും. ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് പുറത്താക്കുവാൻ ലക്ഷ്യമാക്കി കടന്നു വരുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ കണ്ടുണർന്നുകൊണ്ട് പൈശാചിക മണ്ഡലങ്ങളോട് പോരാടി ജയിക്കുവാൻ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് ഈ വചനത്തിലൂടെ സംസാരിക്കുകയാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. അവൻ അകത്ത് കയറിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം അതോടുകൂടി അവസാനിക്കുകയാണ്. 1 by 1 നിന്നിലുള്ളതിനെ അവൻ പുറത്താക്ക്. നിന്നിലുള്ള ദൈവകൃപയെ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നിന്നിലുള്ള പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നിന്നിലുള്ള പ്രാർത്ഥനാ ജീവിതം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നിന്നിലുള്ള ദൈവവുമായുള്ള ബന്ധം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നീയും ദൈവവചനവുമായിട്ടുള്ള ബന്ധം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പിശാച് അകത്ത് കയറിയാൽ അകത്തുള്ളത് എന്താണോ അത് നിന്നിൽ നിന്നും പുറത്താകപ്പെടുവാനിടയാകും. എന്തുകൊണ്ടാണ് പിശാച് ഈ പ്രവൃത്തി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പിശാചിനെ ദൈവമാക്കി വെച്ചിരുന്ന ഒരു സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ ലൂസിഫറിന് ദൈവം കൊടുത്തിരുന്ന സ്ഥാനത്ത് നിന്ന് അവൻ പുറത്താകപ്പെട്ടു. എന്നവൻ ദൈവം അവനെ ആക്കി വെച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് പുറത്താകപ്പെട്ടു. അന്നു മുതൽ അവന്റെ ലക്ഷ്യം ഇതാണ്: ദൈവമക്കളെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് തള്ളി പുറത്താക്കുക. ഒരിക്കൽ കൂടി ഞാൻ ആ പദത്തെ പറയുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് പിശാച് ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവമക്കളെ പുറത്താക്കുവാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ, ലൂസിഫറിനെ, സാത്താനെ ദൈവമാക്കി വെച്ചിരുന്ന ഒരു സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ ദൈവമാക്കിയിരുന്ന സ്ഥാനത്ത് നിന്ന് അവൻ പുറത്താക്കപ്പെടുവാനിടയായി. അവൻ പുറത്താക്കപ്പെട്ട നാൾ മുതൽ അവന്റെ ശ്രമം ഇതാണ്: ദൈവമക്കളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് തുടരുവാൻ അനുവദിക്കാതെ അവരെ പുറത്താക്കുക. ഇന്ന് പകൽക്കാലം അവന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് അവന്റെ പദ്ധതികളുടെ മേൽ ജയമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുകയാണ്. നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന കുടുംബത്തിനകത്ത് നിന്ന് നിങ്ങളെ പുറത്താക്കുക. നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരു ആത്മീയ നിലവാരമുണ്ട്, ഒരു പ്രാർത്ഥനാ ജീവിതമുണ്ട്, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപകളുണ്ട്, കൃപാവരങ്ങളുണ്ട്. ഇതിനെയെല്ലാം നിങ്ങളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നിങ്ങളെ വെറും ഒരു ചണ്ടി കൂമ്പാരമാക്കി ആർക്കും ഉപയോഗമില്ലാത്തൊരു വ്യക്തിയാക്കി തീർത്ത് നിങ്ങളെ ഒരു ഭ്രാന്തനെ പോലെ, ഭ്രാന്തിയെ പോലെ ഇവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന സാത്താന്യ ശക്തികളുടെ മീതെ നാം ജയമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ നോക്കി വിളിച്ചു പറയുകയാണ്: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാൽ അതിൽ ഉറച്ചു നിൽക്കുക. വീണ്ടും നാം അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പിശാചിന് നാം ഇടം കൊടുക്കരുത്. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഏദം തോട്ടത്തിനകത്ത് പിശാച് കയറി, തോട്ടത്തിനകത്തുണ്ടായിരുന്നവൻ പുറത്തുപോയി. പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പകൽക്കാലം ഒരു ആലോചന ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാ. സാത്താൻ അകത്ത് കയറിയത് മുഖാന്തരം ചിലതൊക്കെ ഭവനത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. സാത്താൻ അകത്ത് കയറിയത് മുഖാന്തരം ചിലതൊക്കെ ദൈവകൃപയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. സാത്താൻ അകത്ത് കയറിയത് മുഖാന്തരം ചിലതൊക്കെ ദൈവസഭയ്ക്കകത്ത് നിന്ന് പുറത്തു പോയിട്ടുണ്ട്. എന്നാൽ അതിനെ ഓർത്ത് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധ ആത്മാവ് ഇന്ന് ആലോചന പറയുകയാണ്: നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ചിലതൊക്കെ പുറത്തായി, ശരിയാണ്. ചിലതൊക്കെ ഭവനത്തിൽ നിന്ന് പുറത്തുപോയി, ശരിയാണ്. ചിലതൊക്കെ ദൈവസഭയിൽ നിന്ന് പുറത്തുപോയി, ശരിയാണ്. ചിലതൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വീണുപോയി, ശരിയാണ്. ചിലതൊക്കെ ദൈവ കൃപയിൽ നിന്നും വീണുപോയി, ശരിയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്: അവരൊന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരെ എന്റെ ദൈവം മടക്കി കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അതിന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വാക്യത്തെ കൊണ്ടുവരാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ
ദൈവം. ഇവിടെ ഒരു പദം എഴുതിയിരിക്കുന്നത് കണ്ടോ? മടക്കി വരുത്തുന്ന ദൈവം. മടക്കി വരുത്തുന്ന ദൈവം. നമ്മുടെ ദൈവം നഷ്ടപ്പെട്ടു പോയതിനെ നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന് ചിന്തിച്ച് തള്ളിക്കളയുന്നവനല്ല. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി കൊണ്ടുവരുവാൻ ശക്തിയുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. മുടിയനായ പുത്രനെ മടക്കി കൊണ്ടുവന്നതുപോലെ, പത്രോസിനെ ദൈവം യഥാസ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവന്നതുപോലെ, യോനയെ എന്റെ ദൈവം യഥാസ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവന്നതുപോലെ, അമ്മായിയപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന മോശയെ എന്റെ ദൈവം തന്റെ പദ്ധതിയിലേക്ക് മടക്കി കൊണ്ടുവന്നതുപോലെ, ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയത് ദൈവം മടക്കി കൊണ്ടുവരുമെന്ന് പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി ആലോചന പറയുകയാണ്. അപ്പോൾ പിശാച് അകത്ത് കയറിയാൽ അകത്തിരിക്കുന്നത് പുറത്തു പോകും. തോട്ടത്തിനകത്ത് പിശാച് കയറി, തോട്ടത്തിലുണ്ടായിരുന്നവർ പുറത്തുപോയി. അടുത്ത് നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 25-ാമത് വാക്യം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 25-ാമത് വാക്യം. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. ഒന്നാമത് നാം ചിന്തിച്ചു, ശത്രു തോട്ടത്തിനകത്ത് കയറി. തോട്ടത്തിനകത്ത് ശത്രു കയറിയപ്പോൾ തോട്ടത്തിലുണ്ടായിരുന്നവർ പുറത്തായി. രണ്ടാമത് നാം വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുകയാണ്, ശത്രു വയലിൽ പ്രവേശിച്ചു. വയലിൽ കടന്ന ശത്രു എന്താണ് ചെയ്തത്? അവിടെ കള വിതയ്ക്കുവാനിടയായി. കള വിതച്ചു എന്ന് വയലിലുള്ളവർ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൽ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. എന്ന് വെച്ചാൽ കൊയ്ത്തിന്റെ സമയമായപ്പോഴാണ് അല്ലെങ്കിൽ ശത്രു വയലിൽ കയറിയെന്നും അതിനകത്ത് കള വിതച്ചു എന്നും വയലിലുള്ളവർ തിരിച്ചറിഞ്ഞത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഒരു കാര്യം പറയാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ശത്രു, പിശാച്, സാത്താൻ, ദുരാത്മാക്കൾ നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അറിയണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ലേറ്റായി അറിഞ്ഞിട്ടും കാര്യമില്ല. ഇന്ന് പകൽക്കാലം ക്രിസ്തു നമ്മെ പൈശാചിക ബന്ധനങ്ങൾക്കകത്ത് നിന്ന്, ദുരാത്മ ബന്ധനങ്ങൾക്കകത്ത് നിന്ന്, സാത്താന്യ ബന്ധനങ്ങൾക്കകത്ത് നിന്ന് സർവശക്തനാം ദൈവം നമ്മെ സ്വതന്ത്രരാക്കി, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ തെറ്റിപ്പോകാതെ, ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ തെന്നിപ്പോകാതെ, ആ സ്ഥാനത്ത് നിന്ന് നാം വീണു പോകാതെ, വീണ്ടും അടിമനുഖത്തിൽ കുരുങ്ങിപ്പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, പിശാചിന് ഒരിക്കൽ വീണ്ടും കയറുവാൻ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അവൻ അകത്ത് കയറി കള വിതയ്ക്കും. അവൻ കള വിതയ്ക്കുമെന്ന് പറഞ്ഞാൽ സകലതും നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചറിയത്തുള്ളൂ. പിശാചന്റെ ഭവനത്തിനകത്ത് കയറി. ഇത്രയും നാളും എന്റെ കുടുംബത്തിൽ പ്രവർത്തിച്ചത് പിശാചാണ്. ഇത്രയും നാളും എന്നിലൂടെ സംസാരിച്ചത്, എന്നിലൂടെ ചിലത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, എന്നിലൂടെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ദൈവാത്മാവല്ല, ദുരാത്മാവാണ്. ഇതെല്ലാം നമ്മൾ ലേറ്റായി അറിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് വേണ്ടപ്പെട്ടത് പലതും നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവകൃപകൾ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകൾ, ദൈവം തന്നിരിക്കുന്ന കൃപകൾ, കൃപാവരങ്ങൾ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവെന്ന് നമ്മോട് പറയുകയാണ്, നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ നിൽക്കുക. പിശാചിന് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. വീണ്ടും അടിമനുഖത്തിൽ നാം കുടുങ്ങിപ്പോകരുത്. നാം കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ യവൻ അകത്ത് കയറ്. യവൻ അകത്ത് കയറിയാൽ കളവിതയ്ക്ക് ഉടനെ നമുക്ക് അടയാളങ്ങൾ കാണണമെന്നില്ല. സകലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായതിനു ശേഷം പിന്നെ മടങ്ങി വരാൻ വളരെ പ്രയാസമാണ്. പിന്നെ മടങ്ങി വീണ്ടും ആ പഴയ സ്ഥിതിയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ പിശാചിനിടം കൊടുക്കരുത്. ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്തുറച്ചു നിൽക്കുക. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഒന്ന്, ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാച് തോട്ടത്തിൽ കയറി തോട്ടത്തിലുണ്ടായിരുന്നവരെ പുറത്താക്കി. രണ്ട്, ദൈവത്തിന്റെ വചനം പറയുകയാണ്, പിശാച് വയലിൽ കയറി വയലിനകത്ത് കള
കള വിതച്ചു എന്ന് വയലിലുള്ളവർ തിരിച്ചറിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായി പോകുവാനിടയായി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതല്, ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പിശാച് അകത്ത് കയറി കള വിതച്ചോ ഇല്ലയോ എന്ന്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധി നിങ്ങൾ തന്നെ സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ചേ, അപ്പാ ഏതെങ്കിലും തരത്തിൽ ഞാൻ പിശാചിനകത്ത് കയറുവാൻ, എൻ്റെ ജീവിതത്തെ വാഴുവാൻ, എൻ്റെ കുടുംബത്തിൽ വാഴുവാൻ ഞാൻ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുടുംബത്തിനകത്ത് കള വിതയ്ക്കുവാൻ ഞാൻ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിനകത്ത് കള വിതയ്ക്കുവാൻ ഞാൻ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ക്ഷമിക്കണമേ കർത്താവേ. വാക്കിലൂടെയോ ചിന്തയിലൂടെയോ പ്രവൃത്തിയിലൂടെയോ സാത്താന്യ മണ്ഡലങ്ങൾക്ക് എൻ്റെ ജീവിതത്തിനകത്ത് ഒരല്പമെങ്കിലും ഞാൻ സ്വാധീനം ചെലുത്തുവാൻ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടുകൂടി അത് കട്ട് ഓഫായി ആ ദൈവിക പദ്ധതിയിൽ, ദൈവിക സ്ഥാനത്തിൽ വീണ്ടും ഉറച്ചു നിൽക്കുവാൻ അവിടെ തന്നെ ബലപ്പെടുത്തണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ച്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനകൾ കുറയുന്നുണ്ടെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ പഴയ ദൈവവുമായുള്ള ബന്ധം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ വിശുദ്ധിയിലും വേർപാടിലും എനിക്ക് പഴയതുപോലെ നിൽക്കുവാൻ പറ്റുന്നില്ലെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സാത്താൻ ചില സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ടെന്ന്? എങ്കിലും ഇന്ന് പകൽക്കാലം അത് നിസ്സാരമായി കാണാതെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇവിടം കൊണ്ട് ആ സാത്താന്യ ശക്തികൾക്ക്, ആ സ്വാധീന വലയങ്ങളെ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് ദൈവകൃപയിൽ മടങ്ങി വന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറി സാത്താന്യ ശക്തികളോട് എതിർത്ത് നിന്ന് ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥാനത്തുറച്ചു നിന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മോട് ഇന്ന് പകൽക്കാലം സംസാരിക്കുകയാണ്. അപ്പോൾ പിശാച് അകത്ത് കയറിയാൽ നാം പുറത്തു പോകും. ദൈവകൃപയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നും നാം പുറത്തു പോകും. രണ്ടാമത് പിശാച് അകത്ത് കയറിയാൽ എന്ത് സംഭവിക്കും? വചനം പറയുന്നു, അവൻ അകത്ത് കയറിയാൽ കള വിതയ്ക്കും. അവൻ കള വിതച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ ഒത്തിരി ലേറ്റായി പോകും. ലേറ്റായതിന് ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു കരിമ്പിൻ തണ്ടിനെ അതിൻ്റെ മിഷ്യൻ്റെ അകത്തൂടെ കയറ്റിവിട്ട് അതിൻ്റെ ചാറിനെ പിഴിഞ്ഞെടുക്കുന്നത് പോലെ നമ്മിലുള്ള സകലതും പിഴിഞ്ഞെടുത്ത് പിശാച് ഒരു ചണ്ടി കൂമ്പാരം പോലെ നമ്മെ വലിച്ചെറിഞ്ഞിട്ട് പിന്നെ മടങ്ങി വരിക, യഥാസ്ഥാനത്തേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ പ്രയത്നമുള്ള കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധനാം ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് തൻ്റെ വചനത്തിലൂടെ വിളിച്ചു പറയുകയാണ്, ഞാൻ നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുക, വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. അപ്പോൾ പിശാച് അകത്ത് കയറിയാൽ സംഭവിക്കുന്ന അടുത്ത കാര്യം എന്താണ്? നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടം വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഒരിക്കൽ കൂടി ആ വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടം വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഒന്നാമതായി നാം ചിന്തിച്ചു, സാത്താൻ തോട്ടത്തിൽ കയറി. എന്ത് സംഭവിച്ചു? തോട്ടത്തിൽ ഉണ്ടായിരുന്നവർ പുറത്തുപോയി. രണ്ടാമത് നാം ചിന്തിച്ചു, സാത്താൻ വയലിൽ കയറി. അവിടെ എന്ത് സംഭവിച്ചു? അവൻ കള വിതച്ചു എന്ന് അവിടെയുള്ളവർ അറിയുവാൻ വൈകിപ്പോയി. മൂന്നാമത് നാം വായിച്ച വാക്യത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, സാത്താൻ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു, നുഴഞ്ഞു കയറുന്നു. എന്തിനു വേണ്ടിയിട്ട്? വിതയ്ക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ ദൈവ പൈതലിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുവാനായി. എന്തിനാ സാത്താൻ ദൈവവചനത്തെ അപഹരിക്കുന്നത്? പിശാചിന് ഒരു കാര്യം അറിയാം, വചനമില്ല എങ്കിൽ, അകത്ത് വിതയ്ക്കപ്പെട്ട വചനം അകത്തില്ല എങ്കിൽ, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, പീഡനങ്ങൾ വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകും. നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയത്തില്ല. പകുതി വഴിയിൽ നമ്മൾ പട്ടുപോകും. വിശ്വാസ ജീവിതത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമെന്ന് പിശാചിനറിയാം. ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുക, വചനമില്ലാത്ത പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല, വചനമില്ലാത്ത ആരാധന കൊണ്ട് കാര്യമില്ല. വചനവും പ്രാർത്ഥനയും പരിശുദ്ധാത്മാവും ആരാധനയും എല്ലാം ഒത്തിണങ്ങി പോകുമ്പോൾ മാത്രമാണ് വിജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയുന്നത്. ഇത് പിശാചിനറിയാം. അതുകൊണ്ട് എന്താ അവൻ ചെയ്യുന്നത്?
നമ്മുടെ ഹൃദയമാകുന്ന നിലത്ത് ദൈവം വിതയ്ക്കുന്ന ദൈവത്തിന്റെ വചനത്തെ കടന്നു വന്ന് അപഹരിച്ചു കൊണ്ടുപോവുക എന്നതാണ് പിശാചിന്റെ പദ്ധതി. കാരണം പ്രതികൂലത്തിന്റെയും പീഡനത്തിന്റെയും പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മൾ ദൈവകൃപയിൽ നിന്നും അകന്നു പോകുക, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നും അകന്നു പോകുക. ഇതാണ് പിശാചിന്റെ ലക്ഷ്യം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഒരു സിനിമാ പാട്ട് കേട്ടാൽ മരിച്ചാലും മറക്കത്തില്ല. ഒരു പ്രാവശ്യം കേട്ടാൽ മതി. നമ്മളൊരു സിനിമയുടെ ഡയലോഗ് ഒരു പ്രാവശ്യം കേട്ടാൽ മതി, നമ്മൾ മരിച്ചാലും മറക്കത്തില്ല. സീൻ ബൈ സീൻ നമുക്ക് ഓരോ വിഷ്വൽസും ഓർമ്മയുണ്ടായിരിക്കും. എന്നാൽ ഒന്ന് ചിന്തിച്ച്, എല്ലാ ഞായറാഴ്ചകളിലും അവസരങ്ങൾ ലഭിക്കുമ്പോഴെല്ലാം ദൈവദാസന്മാരുടെ പരിശുദ്ധ നമ്മോട് സംസാരിക്കുന്ന വചനങ്ങൾ എത്രമാത്രം നമ്മുടെ അകത്തുണ്ട്? ഇന്നലകളിൽ നിങ്ങൾ കേട്ട വചനങ്ങൾ അകത്തുണ്ടോ? ആ പിശാച് എവിടെയോ നിങ്ങളിൽ നിന്നും അത് അപഹരിച്ചു കൊണ്ടുപോയെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ? എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് പിശാചികയ്ക്ക് വിളിച്ചു പറ, പിശാചേ, ഇനി എന്റെ ഹൃദയത്തിനകത്ത് നിനക്ക് സ്ഥാനമില്ല. ദൈവത്തിന്റെ വചനത്തിനാണ് എന്റെ ഹൃദയത്തിനകത്ത് സ്ഥാനം. ദൈവത്തിനും ദൈവാത്മാവിനും ദൈവവചനത്തിനുമാണ് എന്റെ ഹൃദയത്തിനകത്ത് സ്ഥാനം. ഇനി എന്റെ കുടുംബത്തിനകത്ത് നിനക്ക് സ്ഥാനമില്ല. ഉഡാലവ ശമ്പൽ കൗഡവദന. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ അപഹരിച്ചു കൊണ്ടുപോകുവാൻ കടന്നു വരുന്ന ആ പൈശാചിക ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ശാസിക്ക്. നിന്നെ ആരോഗ്യോ പറഞ്ഞ അപവാദങ്ങൾ ഇപ്പോഴും നിന്റെ അകത്ത് നീ ആലലി കടപ്പുണ്ട്. നിന്നെ ആരോഗ്യോ കുറ്റപ്പെടുത്തിയത് നീ ഇപ്പോഴും മറക്കാതെ അകത്ത് കടപ്പുണ്ട്. നിന്നെ ആരോഗ്യോ അപമാനിച്ച ആ അപമാന പദങ്ങൾ നിന്റെ ഹൃദയത്തിനകത്ത് ഇന്നും മറഞ്ഞു പോകാതെ, മാഞ്ഞു പോകാതെ, മറന്നു പോകാതെ കിടക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം ഇന്നലകളിൽ പോലും വിതച്ചത്, കഴിഞ്ഞ നിമിഷങ്ങളിൽ കേട്ട പോലും ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്തില്ല. കാരണം നമ്മുടെ അകത്ത് വിതയ്ക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തെ അപഹരിക്കുന്ന ഒരു ഇരുട്ടിന്റെ ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ അന്ധകാര വ്യാപാരത്തെ ശാസിച്ച് പുറത്താക്ക്. നിന്റെ തലമുറകൾക്കകത്ത് വിതയ്ക്കുന്ന ദൈവത്തിന്റെ വചനം അത് ഫലം തരാതിരിക്കത്തക്ക രീതിയിൽ അകത്ത് വിതയ്ക്കുന്ന പാടെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ തലമുറകളെ വിട്ടുപോകുവാൻ, നിന്റെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ വിട്ടുപോകുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്ക്. ഉഡാലവ ശമ്പൽ കൗഡവന. വാഴ്ത്തത്വങ്ങൾ ഒത്തിരി കേട്ടു, ദൈവവചനം ഒത്തിരി കേട്ടു, ഒരു ഫലവുമില്ലല്ലോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഫലമില്ലാത്തതിന്റെ കാരണം ദൈവവചനത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല. ഫലമില്ലാത്തതിന്റെ കാരണം വിതയ്ക്കപ്പെട്ട വചനത്തെ ശത്രു അപഹരിച്ചു കൊണ്ടുപോകുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സത്യത്തെ തിരിച്ചറിഞ്ഞു ഇരുട്ടിന്റെ ആത്മാവിനെ പുറത്താക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇനി നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഇനി പിശാചിന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ഇനി സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. ഇടം കൊടുത്തു കഴിഞ്ഞാൽ, ഒരവസരം അവന് ലഭിച്ചു കഴിഞ്ഞാൽ, അവൻ നമ്മെ മുച്ചൂട് മുടിച്ചു കളയുവാനിടയാകും. ഒന്ന്, സാത്താൻ തോട്ടത്തിൽ കയറി, തോട്ടത്തിലുള്ളവർ പുറത്തായി. രണ്ട്, സാത്താൻ വയലിൽ കയറി, വയലിനകത്ത് കള വിതച്ചു. മൂന്ന്, സാത്താൻ ഹൃദയത്തിൽ കയറുന്നു, വിതയ്ക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തെ അവൻ അപഹരിക്കുന്നു. അടുത്ത ദൈവവചനം എന്താണ് പറയുന്നത്? മറ്റൊരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 30 താഴോട്ടുള്ള വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഭൂതങ്ങൾ അവനോട്, ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു. പൊയ്ക്കൊൽവിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു. ആ കൂട്ടമെല്ലാം കടുംതൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങി ചത്തു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഭാഗമാണ് നാം വായിച്ചത്. ഇവിടെ ദഗ്യോൻ ബാധിച്ച മനുഷ്യന്റെ അകത്തിരിക്കുന്ന ദുരാത്മാക്കൾ യേശുവിനോട് അപേക്ഷിക്കുകയാണ്. എന്താണ് അപേക്ഷിച്ചത്? നീ ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ഈ പന്നിക്കൂട്ടത്തിൽ കയറുവാൻ ഞങ്ങൾക്ക് അനുവാദം തരണം. യേശു അനുവാദം കൊടുത്തു. അങ്ങനെ ഈ ലഗ്യോൻ ബാധിച്ച മനുഷ്യന്റെ അകത്തിരുന്ന ദുരാത്മാക്കളെല്ലാം ഈ പന്നിക്കൂട്ടത്തിനകത്തേക്ക് കയറി. പന്നിക്കൂട്ടത്തിനകത്തേക്ക് ദുരാത്മാക്കൾ കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? പന്നി കടുംതൂക്കത്തോടെ കടലിൽ ചാടി ചത്തു. എന്ന് വെച്ചാൽ ദുരാത്മാക്കൾ പന്നിക്കൂട്ട
തോട്ടത്തിനകത്തേക്ക് കയറിയപ്പോൾ പന്നിക്ക് ജീവിക്കണമെന്നുള്ള ആശ അവസാനിച്ചു. മരിച്ചാ മതിയെന്നുള്ള ചിന്തകൾ അവരെ ഭരിക്കുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, സാത്താൻ അവസരം കൊടുത്ത് അവൻ അകത്ത് കയറുവാൻ ഇടം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ അകത്ത് കയറിയാൽ അവന്റെ ലക്ഷ്യം എങ്ങനെ നമ്മളെ കൊല്ലണം, അവസാനിപ്പിക്കണമെന്നാണ്. ഒന്ന്, ആത്മീയ മരണം നമ്മിൽ സംഭവിക്കണം. രണ്ടവന്റെ പദ്ധതി നമ്മുടെ ആയുസിന്റെ മധ്യത്തിൽ വെച്ച് നമ്മെ തീർത്തു കളയുക. ഉടലവ ശമ്പൽ കൗടവദന. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ആ ദുരാത്മ മണ്ഡലത്തെ ശാസിക്ക്. രോഗമല്ലാതെ നിന്റെ ശരീരത്തിൽ നിൽക്കുന്ന ചില രോഗബന്ധനങ്ങളില്ലേ, ഓ റാബ ശബ്ദന, ലക്ഷണങ്ങളുണ്ട്. ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നിനക്ക് ആലലിയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്ത് രോഗമാണെന്ന്. എന്നാൽ നീ പ്രയാസങ്ങൾ നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട്. നിന്റെ ശരീരത്തിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നുണ്ട്. ഇത് കാരണം നീ തന്നെ ചിന്തിക്കുന്നുണ്ട്, ജീവിച്ചിട്ട് കാര്യമില്ല, മരിച്ചാ മതി. ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും ഫലം കാണുന്നില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെ ആയുസിന്റെ മധ്യത്തിൽ വെച്ച് നിന്നെ തീർത്തു കളയുവാനായി പദ്ധതി ഒരുക്കിയിരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ തിരിച്ചറിയുക. ഇടം കൊടുക്കരുത്. ഏതെങ്കിലും തരത്തിൽ നിന്റെ അകത്ത് രോഗമെന്ന ബന്ധനത്തെ പൈശാചിക മണ്ഡലം കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്റെ ശരീരത്തിൽ രോഗമില്ല, എന്റെ ശരീരത്തിൽ രോഗബന്ധനമാണ്. ഈ രോഗബന്ധനം എന്നിൽ നിൽക്കുന്നത് എന്നെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ തിരിച്ചറിയുന്നു. ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ട് സൗഖ്യം ലഭിക്കാതെ, എത്രമാത്രം മരുന്നുകൾ കഴിച്ചിട്ട് മാറ്റമില്ലാതെ ശരീരത്തെ രോഗത്തിൽ നിന്ന് വീണ്ടും രോഗത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന, രോഗബന്ധനത്തിനകത്ത് ബന്ധിച്ചിട്ടിരിക്കുന്ന, ഇനി മരിച്ചാ മതി എന്നുള്ള ചിന്തകൾ അകത്ത് കയറ്റി ആയുസിന്റെ മധ്യത്തിൽ വെച്ച് തന്നെ തീർത്തു കളയുവാൻ പദ്ധതിയോട്ടിരിക്കുന്ന ആലരി ദൈവിക പദ്ധതികളെ നിന്നിലൂടെ പൂർത്തീകരിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് പദ്ധതികളിട്ടിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ആ ഇരുട്ടിന്റെ ആത്മാവിന് ഇന്ന് നീ തിരിഞ്ഞു നോക്കിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ശാസിക്ക. എന്റെ ശരീരത്തിൽ ദുഷ്ടപിശാചിട്ടിരിക്കുന്ന രോഗബന്ധനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ശാസിക്കുന്നു എന്ന് കൽപ്പിക്കുക. ഉടലബലഭൗഷ്യമനാദരകത്തസി, യേശുവിന്റെ നാമത്തിൽ അങ്ങ് തന്നിരിക്കുന്ന അധികാരത്താൽ, അങ്ങ് തന്നിരിക്കുന്ന കൃപയാൽ അടിയൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തിജീവിതങ്ങളെ നോക്കി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ശരീരത്തിനകത്ത് രോഗമല്ല, രോഗബന്ധനമാണ്. ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും സൗഖ്യം ലഭിക്കാതെ ശരീരത്തിൽ അസ്വസ്ഥതകൾ ജനിപ്പിച്ച് അവർക്ക് തന്നെ തോന്നുന്നു ചത്താ മതിയെന്ന്. അത്തരത്തിൽ ആലലിയ ചിന്തകളെ അകത്ത് കടത്തിവിട്ട് ആയുസിന്റെ മധ്യത്തിൽ വെച്ച് തന്നെ ആലലിയ തീർത്തു കളയുവാൻ പദ്ധതി ഒരുക്കുന്ന വാഗ്ദത്തങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന ദൈവിക പദ്ധതികളും ദൈവിക ശുശ്രൂഷകളും നിന്നിലൂടെ പൂർത്തീകരിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന ആ ഇരുട്ടിന്റെ ആത്മാവിനെ, ആ ദുരാത്മ ശക്തിയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. പിശാച് അകത്ത് കയറിയാൽ നിന്റെ അകത്ത് ആത്മഹത്യ പ്രേരണകൾ ഉണ്ടാകും. നിന്റെ ജീവിതം നിനക്ക് തന്നെ മടുത്തു എന്ന് തോന്നും. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന ചിന്തകൾ നിങ്ങളെ ഭരിക്കുവാനായി തുടങ്ങും. യേശുവിൻ്റെ നാമത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയത്. ചത്താൽ മതി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ട്രെയിനിന്റെ മുമ്പിൽ ചാടാ, വിഷക്കുപ്പിയിൽ ജീവിതം അവസാനിപ്പിക്കുക, ഒരു കയർത്തുണ്ടിൽ ജീവിതത്തെ അവസാനിപ്പിക്കുക. ഇങ്ങനെ പല ചിന്തകൾ നിങ്ങളുടെ അകത്ത് കടന്നു വന്ന് ആത്മഹത്യയിലേക്ക് നിങ്ങൾ കടന്നുപോയപ്പോൾ അവിടെ നിന്ന് ക്രിസ്തു നിങ്ങളെ വിടിവിച്ച് പുറത്തു കൊണ്ടുവന്നതാണെങ്കിൽ വീണ്ടും ആ അടിമനുഖത്തിൽ കുരുങ്ങുവാൻ, വീണ്ടും ആ അടിമനുഖത്തിൽ ബന്ധിക്കപ്പെട്ടു പോകുവാൻ അവസരം കൊടുക്കരുതേ. രോഗക്കിടക്കയിൽ നിന്ന് നിങ്ങളെ വിടിവിച്ച് ക്രിസ്തു നിങ്ങളെ രോഗബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയവരാണെങ്കിൽ വീണ്ടും ആ രോഗബന്ധനത്തിന് നിങ്ങളുടെ ശരീരത്തിൽ ആലലിയ സ്ഥാനം നിങ്ങൾ കൊടുക്കരുത്. ഉടലവ ശമ്പൽ കൗടവദന, ആ ഇരുട്ടിന്റെ ആത്മാക്കൾ അവസരങ്ങൾ തേടി നടക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപയാൽ ആ ഇരുട്ടിന്റെ ആത്മാക്കളെ, ദുരാത്മ മണ്ഡലങ്ങളെ നോക്കി യേശുവിന്റെ നാമത്തിൽ ശാസിക്ക്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ദുരാത്മ മണ്ഡലങ്ങൾ, രോഗബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. വ്യക്തി ജീവിതങ്ങൾ സ്വതന്ത്രരായി തീരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പിശാച് അകത്ത് കയറി, തോട്ടത്തിനകത്ത്
കയറി, തോട്ടത്തിലുണ്ടായിരുന്നവൻ പുറത്തുപോയി. പിശാച് വയലിനകത്ത് കയറി, വയലിനകത്തവൻ കളവിതച്ചു. 3 ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ഹൃദയത്തിനകത്ത് കയറുന്നു. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തിന്റെ വചനത്തെ അപഹരിക്കുവാനായി. 4 പിശാച് പന്നിക്കൂട്ടത്തിനകത്ത് കയറി. പന്നിക്കൂട്ടം കടും തൂക്കത്തോടെ കടലിൽ ചാടി ചത്തു. അടുത്ത് നാം മറ്റൊരു വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ് വായിക്കുവാനിടയായത്. ഇവിടെ സാത്താൻ യൂദയുടെ അകത്ത് പ്രവേശിക്കുകയാണ്. നാം നേരത്തെ ചിന്തിച്ചതുപോലെ സാത്താൻ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ തോട്ടത്തിലുണ്ടായിരുന്നവർ പുറത്തായി. സാത്താൻ വയലിൽ പ്രവേശിച്ചപ്പോൾ വയലിൽ കളവിതയ്ക്കുവാനിടയായി. സാത്താൻ ഹൃദയത്തിൽ പ്രവേശിച്ചപ്പോൾ ദൈവത്തിന്റെ വചനത്തെ അപഹരിക്കുവാനിടയായി. സാത്താൻ പന്നിക്കൂട്ടത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ പന്നിക്കൂട്ടം കടും തൂക്കത്തോടെ കടലിൽ ചാടി ചത്തുപോകുവാനിടയായി. ഇവിടെ സാത്താൻ യൂദയുടെ അകത്ത് പ്രവേശിക്കുകയാണ്. സാത്താൻ യൂദയ്ക്കകത്ത് കയറിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 70-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു. കണ്ടവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം കണ്ടോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് വച്ചാൽ യൂദയ്ക്കകത്ത് പിശാച് കയറിയപ്പോൾ യൂദയിൽ എന്ത് സംഭവിച്ചു? യൂദ പിശാചായി മാറുവാനിടയായി. നമ്മുടെ അകത്ത് ദൈവം വരുമ്പോൾ, നമ്മുടെ അകത്ത് ദൈവാത്മാവ് വരുമ്പോൾ നാം ദൈവത്തെ പോലെയാകുന്നു. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ സംസാരങ്ങൾ ദൈവത്തെ പോലെയാകുന്നു, നമ്മുടെ നോട്ടം ദൈവത്തെ പോലെയാകുന്നു, നമ്മുടെ ചിന്തകൾ ദൈവത്തെ പോലെയാകുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തെ പോലെയാകുന്നു. കുറച്ചും കൂടെ ആഴത്തിൽ പറഞ്ഞാൽ, എന്താണോ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് ദൈവം നമ്മിലൂടെ ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ സാത്താൻ ഒരുവന്റെ അകത്ത് കയറിയാൽ അവൻ സാത്താനെ പോലെയാകുന്നു. അവന്റെ ചിന്തകൾ സാത്താനെ പോലെയാകുന്നു, അവന്റെ നോട്ടം സാത്താനെ പോലെയാകുന്നു, അവന്റെ പ്രവർത്തികൾ സാത്താനെ പോലെയാകുന്നു. സാത്താൻ എന്താണോ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് അവൻ ആ വ്യക്തിയിലൂടെ ചെയ്തെടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന ചിലര് പറയുക, ഞങ്ങളുടെ ഭവനത്തിലെ ചിലരെ പിശാച് അത്തരത്തിൽ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ സംസാരങ്ങൾ സാത്താനെ പോലെ, അവരുടെ പ്രവർത്തികൾ സാത്താനെ പോലെ. സാത്താൻ എന്താണോ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് സാത്താൻ അവരിലൂടെ ഞങ്ങളുടെ ഭവനത്തിനകത്ത് ചെയ്തെടുക്കുകയാണ്. ഞങ്ങളുടെ ഭവനത്തിനകത്ത് സമാധാനമില്ല, ഞങ്ങളുടെ ഭവനത്തിനകത്ത് സ്വസ്ഥതയില്ല, ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഐക്യതകളില്ല. ഞങ്ങളുടെ ഭവനത്തിന്റെ അകത്തെ ഐക്യതകളെ, സ്വസ്ഥതകളെ, സമാധാനത്തെ എല്ലാം ആ സാത്താൻ ബന്ധിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിയിലൂടെ അപഹരിച്ചു കൊണ്ട് പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത്തരത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ചിലർ നോക്കി ദൈവാത്മാവ് പറയുകയാണ്, പൈശാചിക ശക്തികൾ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചിലര് പരിശുദ്ധനാം ദൈവം ഈ ദിവസങ്ങളിൽ വിടിവിക്കാൻ പോകുന്നു. നിന്റെ ഭവനത്തിനകത്ത് സാത്താൻ എന്താണോ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ ഭവനത്തിലെ ചില വ്യക്തികളിലൂടെ, നീ ഉപജീവനം ചെയ്യുന്ന ഇടത്ത് ചില വ്യക്തികളിലൂടെ, നീ ആയിരിക്കുന്ന, നീ താമസിക്കുന്ന ദേശത്തിലെ ചില വ്യക്തികളിലൂടെ, നിന്റെ ബന്ധുക്കളിൽ ചിലരിലൂടെ പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പരിശുദ്ധ ആത്മാവ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നീ ഭാരപ്പെടണ്ട. ചില നാളുകളായി നീ ഈ വിഷയത്തിന് വേണ്ടി പോരാടി ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, അത്തരത്തിൽ സാത്താൻ ചില വ്യക്തി ജീവിതങ്ങളെ തന്റെ ഉപകരണങ്ങളായി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഉപജീവനം ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്കെതിരായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളായിരിക്കുന്ന ദേശത്തിലെ ചില വ്യക്തികളെ നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ബന്ധുക്കളിൽ ചിലർ നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധനാം ദൈവം പറയുകയാണ്, ആ പൈശാചിക പോരാട്ടത്തിന് എന്റെ ദൈവം നിർത്തൽ വരുത്തുവാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലത്തെ നിങ്ങൾ കാണാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവിനാൽ ആലോചന പറയുന്നു. ഹല്ലേലൂയ. സാത്താൻ ഒരുവന്റെ അകത്ത് കയറിയാൽ അവൻ സാത്താനെ പോലെയാകും. ഇന്ന് പകൽ ദൈവം പറയുകയാണ്,
പറയുകയാണ്, നിങ്ങൾ സാത്താൻ ഇടം കൊടുക്കരുത്. അവൻ അകത്ത് കയറിയാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും അവൻ അപഹരിക്കുവാനിടയാകും. നിങ്ങൾ അവന്റെ അടിമയായി തീരും. പിന്നെ അവന്റെ ഒരു കളിപ്പാവയാക്കി അവൻ നിങ്ങളെ മാറ്റുവാനിടയാകും. ശിംശോന്റെ കണ്ണിനെ കുത്തിപ്പൊട്ടിച്ച് ഫെലിസ്ത്യർ അവരുടെ കളിപ്പാവയാക്കി മാറ്റിയതുപോലെ നിങ്ങളെയും അത്തരത്തിലാക്കി കളയുവാൻ പൈശാചിക മണ്ഡലങ്ങൾ ശ്രമിക്കും. അതുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, ദൈവം നിങ്ങളെ വിടിവിച്ചാക്കിയിരിക്കുന്നിടത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുക. ആ ദൈവകൃപയിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വേർപാടിൽ നിന്നും നിങ്ങൾ മാറിപ്പോകരുത്. നിങ്ങൾ വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. യൂദ സാത്താൻ ഇടം കൊടുത്തു, അവൻ അകത്ത് കയറി. യൂദ പിന്നെ സാത്താനായി മാറി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. അടുത്ത നാം വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, സാത്താൻ എവിടെ പ്രവേശിച്ചു? ഇയ്യോബിന്റെ ഭവനത്തിൽ പ്രവേശിച്ചു. സാത്താൻ ഇയ്യോബിന്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അവന്റെ തലമുറകളെ അവൻ അപഹരിച്ചു, അവന്റെ സമ്പത്തിനെ അവൻ അപഹരിച്ചു, അവന്റെ സൗഖ്യത്തെ അവൻ അപഹരിക്കുവാനിടയായി. എങ്കിൽ എന്നിൽ കേൾക്കുന്ന പ്രിയ ദൈവമക്കളേ, സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. അത്തരത്തിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് ദുരാത്മ മണ്ഡലങ്ങൾ, പൈശാചിക മണ്ഡലങ്ങൾ കയറിക്കൂടി നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ നന്മകളെ, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ദുരാത്മ മണ്ഡലങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ആ നഷ്ടപ്പെട്ടു പോയ നന്മകളെ, നഷ്ടപ്പെട്ടു പോയ വിടുതലുകളെ, നഷ്ടപ്പെട്ടു പോയ സൗഖ്യത്തെ, നഷ്ടപ്പെട്ടു പോയ നല്ല കാലത്തെ നിങ്ങൾക്ക് മടക്കി തന്നു മാനിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എവിടെയോ അറിവില്ലായ്മയുടെ സമയത്ത് അല്ലെങ്കിൽ ഞാൻ പിശാചിന് അല്പമായി ഒരിടം കൊടുത്തു, അത് പിശാച് ഞങ്ങളുടെ ഭവനത്തെ തകർക്കുന്നതിന്, എന്റെ തലമുറകളെ ദൈവകൃപയിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നതിന്, ദൈവമേ എന്റെ പ്രാർത്ഥനാ ജീവിതം നശിച്ചു പോകുന്നതിന്, ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൽ നകന്നു പോകുന്നതിന് കാരണമായി തീർന്നു. അല്പമായി സാത്താന് ഒരവസരം കൊടുത്തത് അത് പൂർണ്ണമായ ഒരു നാശത്തിന് കാരണമായി തീർന്നു. കർത്താവേ, ഇന്ന് അങ്ങയുടെ ദാസനിലൂടെ അങ്ങ് കൽപ്പിച്ച വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ മടക്കി വരുത്തണമേ. എന്റെ ഭവനത്തെ അങ്ങയുടെ സന്നിധിയിലേക്ക് മടക്കി വരുത്തണമേ. എന്റെ തലമുറകളെ അങ്ങയുടെ സന്നിധിയിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾ ദൈവകൃപയിൽ മടങ്ങി വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ മടങ്ങി വരട്ടെ. ഞങ്ങളെ അതിനായി അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് ആദരം തുറന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ച്, ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും നിങ്ങളെ സഹായിക്കുവാൻ കഴിയത്തില്ല. നിങ്ങളെ സഹായിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ, ഏക സത്യനിത്യ ദൈവമായ യേശു ക്രിസ്തുവിന് മാത്രം. ആ ദൈവസന്നിധിയിൽ നിന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചുകൊണ്ട് ആലലി ഉള്ളുരുകി മനമുരുകി ദൈവസന്നിധിയിൽ കണ്ണ് നിറഞ്ഞ് കണ്ണീരോടെ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധനാം ദൈവം നിങ്ങളെ മടക്കി വരുത്തും. പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോയതിന് ദൈവം മടക്കി തരും. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ആത്മാക്കൾ നിങ്ങളെ കുടുംബത്തെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങൾക്കകത്ത് നിന്ന് ദൈവം നിങ്ങളെ വിടിവിക്കുവാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല കർത്താവേ, നല്ലതും വിലയേറിയതുമായി നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവീക ആലോചനകളാൽ അങ്ങയുടെ മക്കളെ അങ്ങ് അവിടെ നിന്ന് അനുഗ്രഹിച്ചല്ലോ. അതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണപ്പാ. കേൾക്കപ്പെട്ട വചനത്തിൻ കീഴിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ കടന്നു വന്ന ന്യൂനതകളിലൂടെ പൈശാചിക മണ്ഡലങ്ങൾ, അവകാശവാദങ്ങൾ പറഞ്ഞുകൊണ്ട് കുടുംബത്തിനകത്ത് വ്യക്തി ജീവിതങ്ങളിൽ കർത്താവെ കടന്നുകൂടുവാനിടയായി, അതവരുടെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി തീരുവാനിടയായി. ഇന്ന് പകൽക്കാലം ഒരു മടങ്ങി വരവിന് വേണ്ടി അവർ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണല്ലോ. സ്വർഗ്ഗം അത് കാണുന്നല്ലോ, ദൈവം അത് കാണുന്നല്ലോ. ഞങ്ങൾ കർത്താവെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അത്ഭുതകരം അവിടുന്ന് ചലിപ്പിക്കണമേ. അവരുടെ ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ബന്ധനങ്ങൾക്കകത്ത് നിന്ന് കർത്താവ് അവിടുന്ന് വിടിപ്പിച്ച് പുറത്തെടുക്കണമേ. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതെ വണ്ണം ദൈവകൃപയിൽ ആശ്രയിച്ച് നിൽക്കുവാൻ അങ്ങയുടെ ജനത്തെ അങ്ങ് അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുകരത്തിലേക്ക് കുടുംബങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ദൈവിക വിടുതലുകളും അനുഗ്രഹങ്ങളും ദൈവിക വാഴ്ത്തത്വ നിറവേറലുകളും ജീവിതത്തിൽ കണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ അങ്ങയുടെ ജനത്തെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനാം ദൈവം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.